നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. 2025 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂളിനും അധ്യാപികയ്ക്കുമുള്ള അവാർഡ് എരവിമംഗലം സ്കൂളിന് ലഭിച്ചു. ആത്മനിർഭർ ഭാരത് സങ്കൽപ് അഭിയാൻ ജില്ലാ ശില്പശാല NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും പ്രത്യക്ഷ സമരം ആരംഭിക്കുമെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ ഒരുക്കി താണിക്കുടം ഗ്രാമീണ വായനശാല. നടത്തറ പഞ്ചായത്ത് പയ്യനം ST ഉന്നതി റോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. എരവിമംഗലം സ്കൂളിന് ഇരട്ടി മധുരം. അവാർഡ് തിളക്കത്തിൽ എരവിമംഗലം സ്കൂളും പ്രധാന അധ്യാപിക പ്രസന്നകുമാരിയും. 2025 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂളിനും അധ്യാപികയ്ക്കുമുള്ള അവാർഡാണ് എരവിമംഗലം ALP സ്കൂൾ കരസ്ഥമാക്കിയത്. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെ ലോക അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി നൽകിവരുന്ന സംസ്ഥാനത്തെ മികച്ച വിദ്യാലയത്തിനുള്ള ബെസ്റ്റ് സ്കൂൾ ഓഫ് ദി ഇയർ 2025 അവാർഡാണ് എരവിമംഗലം ALP സ്കൂൾ കരസ്ഥമാക്കിയത്. പ്രധാന അധ്യാപിക M പ്രസന്നകുമാരി, കവയത്രി സുഗതകുമാരിയുടെ സ്മരണാർത്ഥം പ്രവർത്തിച്ചു വരുന്ന സുഗതവനം ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന 2ാമത് ഗുരുജ്യോതി അധ്യാപക അവാർഡും നേടി സന്തോഷം ഇരട്ടിയാക്കി. പ്രസന്നകുമാരി ടീച്ചർ കുഞ്ഞുണ്ണി മാസ്റ്റർ സ്മൃതി പുരസ്കാരവും നേടിയിട്ടുണ്ട്. 1957 ആരംഭിച്ച് 68 വർഷം പിന്നിട്ട ഈ വിദ്യാലയം 2019-20 കാലഘട്ടത്തിൽ ഹൈടെക് സ്കൂളായി നവീകരിച്ചു. എല്ലാ ക്ലാസ് മുറികളും MP ഫണ്ട് ഉപയോഗിച്ച് സ്മാർട്ട് ആക്കിയ ജില്ലയിലെ ഏക വിദ്യാലയം കൂടിയാണിത്. ആത്മനിർഭർ ഭാരത് സങ്കൽപ് അഭിയാൻ തൃശൂർ സിറ്റി ജില്ലാ ശില്പശാല NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. വീടുകളിലും നാട്ടിലും സ്വദേശി ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ വ്യക്തികൾ മുന്നോട്ട് വരണമെന്നും വാങ്ങാൻ നമ്മൾ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തൈക്കാവ് എന്നിവർ പ്രസംഗിച്ചു. OBC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സന്തോഷ് കാക്കനാടൻ, സുചിത്ര പ്രദീപ്, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. അതിൽ ഭാരതീയമായ പ്രദേശങ്ങളെയും ഭാരതീയമായ ചിന്തകളെയും ജീവിതചര്യകളെയും ഒക്കെ ഏറ്റെടുക്കണമെന്ന് നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായും ഈ ആത്മനിർഭർ ഭാരത് എന്ന ഈ മഹത്തായ ജീവിതചര്യ നമ്മളുടെ കുടുംബങ്ങളിലൂടെ ആശമാരുടെ സേവന വേതന വർധനവ് സംബന്ധിച്ച കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക. ആശമാർ വീണ്ടും പ്രത്യക്ഷ സമരത്തിലേക്കെന്ന് KN നാരായണൻ. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് സംബന്ധിച്ച വനിതാ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ അധ്യക്ഷയായിട്ടുള്ള സമിതി റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ട് 3 മാസം കഴിഞ്ഞു. ആശമാരോട് ഇപ്പോഴും അവഗണനയും വഞ്ചനയും തുടരുന്നു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 2000 രൂപയുടെ ഇൻസെന്റീവിൽ നിന്നും 3500 രൂപയായി വർദ്ധിപ്പിച്ച ഉത്തരവും പ്രാബല്യത്തിലായില്ല. പ്രതിമാസ ഓണറേറിയം 7000 നൽകുന്നതിൽ പെർഫോമൻസ് ഇൻസെന്റീവ് എന്ന വ്യവസ്ഥ ഒഴിവാക്കുക. സ്കിൽഡ് തൊഴിലാളികളായ ആശമാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക. EPF പെൻഷൻ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കാനും സർക്കാർ തയ്യാറാകണം. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ INTUC ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ്, ദീപ രാമചന്ദ്രൻ, ശൈലജ മുകുന്ദൻ, മോളി ലോനപ്പൻ, സുമ ഗിരിജൻ, കൊച്ചുദ്രേസ്യ, മറിയം, ശാന്തമ്മ എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ വഞ്ചനയും അവഗണനയും നിരന്തരമായി തുടരുകയാണ്. സംസ്ഥാനത്തെ ആശമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ജോലിസ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, വേതന വർധനവ് നടത്തുന്നതിന് വേണ്ടിയിട്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ ഹരിത V കുമാറിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തെങ്കിലും ഇതുവരെ സർക്കാർ അത് പുറലോകം കാണിച്ചിട്ടില്ല. ആശമാരുടെ വേതന വർധന നടപ്പിലാക്കുന്ന നടപടികളായിട്ടില്ല.
സംസ്ഥാന സർക്കാർ നിരന്തരമായ വഞ്ചനയും അവഗണനയും തുടരുകയാണ്. ഇത് മാത്രമല്ല, കേന്ദ്ര സർക്കാർ അനുവദിച്ച 2000 രൂപയുടെ ഇൻസെന്റീവിൽ നിന്നും 3500 രൂപയായി വർദ്ധിപ്പിച്ച ആ ഇൻസെന്റീവ് വർധനവ് സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടില്ല. അങ്ങനെ സമസ്ത മേഖലകളിലും ആശമാരോട് തുടരുന്ന അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്ത് പ്രത്യക്ഷ സമരത്തിലേക്ക് വീണ്ടും INTUC കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC രംഗത്തിറങ്ങുമെന്നും ഈ വിവരം ഇവിടെ അറിയിക്കുകയാണ്. നടത്തറ പഞ്ചായത്തിലെ 7ാം വാർഡ് പയ്യനം S1 ഉന്നതി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു നിർവഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 16 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മാണം. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഐശ്വര്യ ലിൻഡോ, പഞ്ചായത്ത് അംഗം മിനി വിനോദ്, T ദിലീപ് കുമാർ, ജോയ് ആനിക്കാട്ട്, പുഷ്പ എന്നിവർ സംസാരിച്ചു. വയലാർ അവാർഡ് നേടിയ E സന്തോഷ് കുമാറിനെ ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ നേതൃത്വത്തിൽ കോലഴിയിലെ വീട്ടിലെത്തി ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേർമ്പിൽ രാമകൃഷ്ണൻ പൊന്നാടി അണിയിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ മേയർ IP പോൾ, അഡ്വക്കേറ്റ് S അജി, സന്തോഷ് കോലഴി, K ഗോപാലകൃഷ്ണൻ, KN നാരായണൻ, ഇന്ദിര ശശികുമാർ, AC ബിജു, രാഹുൽ, പ്രവീൺ ലാൽ എന്നിവർ പങ്കെടുത്തു. കാരണം ഈ SLC റിസൾട്ട് അറിഞ്ഞാൽ ബോർഡ് വെക്കണ മാതിരി പങ്കെടുത്ത് ഓരോ മണ്ഡലക്കാര് ഓരോ പാർട്ടിക്കാര് അങ്ങനെ ആ കുട്ടികളെ കൂടി പങ്കെടുത്ത് കിട്ടണം. അവാർഡ് കിട്ടിയവരൊക്കെ ഇന്നിതാ പേടിക്കണം. ആരൊക്കെ അവിടുന്ന് കിട്ടും? മോഹൻലാലിനെ ലാൻസലാമായി സംസ്ഥാനത്തെ ഗവൺമെന്റ് കൊടുത്താണ്. പക്ഷെ പ്രതിപക്ഷ നേതാവൊന്നുമില്ല, അവരുടേക്ക് പറ്റി ഓരോരുത്തരുടെ. കഴിഞ്ഞ പ്രാവശ്യം അശോകൻ ചാരുവില്ലാണ് കിട്ടിയത്. ഞാനിപ്പം താഴ്ത്തി പറയല്ല, അശോകൻ ഇവിടെ പല റോളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനൊരു പൊതുരൂപം എഴുത്തുകാരെന്നുള്ള വിട്ട് ഇദ്ദേഹത്തിനില്ല, വേറെ കേരളത്തില്ല. എഴുത്തുകാരെന്നുള്ള മേൽവിലാസമാണ്. അശോകന് വേറെയും മേൽവിലാസങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഒരാൾക്ക് കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഗാന്ധി ജയന്തി വാരാഘോഷങ്ങളുടെ ഭാഗമായി താണിക്കുടം ഗ്രാമീണ വായനശാല UP സ്കൂളുമായി സഹകരിച്ച് ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന ടാഗ് ലൈനോടെ രാഷ്ട്രപിതാവിന്റെ ജീവിതത്തിലെ അപൂർവങ്ങളായ 100 ചിത്രങ്ങളുടെയും ഗാന്ധിയുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ അപൂർവങ്ങളായ നിമിഷങ്ങൾ വിദ്യാർത്ഥികൾക്കും കാഴ്ചക്കാർക്കും അവിസ്മരണീയമായി വിരുന്നായി. ചിത്രപ്രദർശനം താണിക്കുടം UP സ്കൂൾ അധ്യാപിക K ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് സജീഷ് PG അധ്യക്ഷത വഹിച്ചു. MG ബാലകൃഷ്ണൻ, M ബൈജു, AV സത്യൻ, മീനാക്ഷിയമ്മ പള്ളിയിൽ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം ME രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്,
ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പ്രാചീന നാട്യകലാരൂപമായ കൂടിയാട്ടത്തിലെ സൂക്ഷ്മാഭിനയ സങ്കേതങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള അഭിനയ ശില്പശാല സൂക്ഷ്മം സമാപിച്ചു. തൃശൂരിലെ കലാസംഘടനയായ ശില സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് സംഘടിപ്പിച്ച ശില്പശാല പ്രശസ്ത കൂടിയാട്ടം കലാകാരി ഉഷ നങ്ങ്യാരാണ് നയിച്ചത്. കേരളത്തിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന 10ഓളം കലാകാരന്മാർ ശില്പശാല പ്രയോജനപ്പെടുത്തി. ഒക്ടോബർ 3 മുതൽ 5 വരെ ശിലയുടെ വേലൂരിലുള്ള തരു സ്പേസ് ഫോർ ആർട്സ് സ്റ്റുഡിയോ ആണ് വേദിയായത്. കൂടിയാട്ടത്തിലെ കഥാപാത്ര രൂപീകരണം, കഥാസന്ദർഭാവതരണം, ഉപകഥാഖ്യാനം, പകർന്നാട്ടം, നവരസാഭിനയം എന്നിങ്ങനെ വിവിധങ്ങളായ അഭിനയ പദ്ധതികളെക്കുറിച്ചുള്ള ആമുഖവും പ്രാരംഭ പരിശീലനവും ഉൾപ്പെടുത്തി. ഉഷ നങ്ങ്യാരും കുമാരി ആതിര ഹരിഹരനും അവതരിപ്പിച്ച സോദോഹരണ പ്രഭാഷണം ശില്പശാലയുടെ മാറ്റുകൂട്ടി. മിഴാവു കലാകാരനായ കലാമണ്ഡലം രാജീവ് കൂടിയാട്ട അഭിനയത്തിലെ മിഴാവിന്റെ സാധ്യതകളെക്കുറിച്ചും താള പരിശീലനത്തെക്കുറിച്ചും സംസാരിച്ചു. സൂക്ഷ്മം എന്ന പേരിൽ തന്നെ സമാന സ്വഭാവത്തിലുള്ളതും കൂടുതൽ ആഴത്തിലുള്ളതുമായ ശില്പശാലകൾ തുടർച്ചയായി സംഘടിപ്പിക്കപ്പെടുമെന്ന് ശിലയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ശിവൻ വെങ്കിടങ്ങ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 99954699005 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ത്രിദിന ഇന്റർനാഷണൽ കോൺഫറൻസ് ഒക്ടോബർ 8-9 തീയതികളിൽ നടത്തുമെന്ന് പ്രിൻസിപ്പൽ PA സോളമൻ അറിയിച്ചു. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ ഭാവിയിലേക്കുള്ള കാര്യക്ഷമമായ ഊർജ്ജ പദ്ധതികളിൽ ഊന്നിയ സാങ്കേതിക വിദ്യകൾ ചർച്ച ചെയ്യും. ലോകമെമ്പാടുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സുശാന്ത് കരുന്തിൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും. വിവിധ കലാപരിപാടികളോടെ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാരായ B പ്രേമാനന്ദ്, MD ബിന്ദു, MP ഗിലേഷ്, ED ദിലീഷ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ബുധനാഴ്ച മുതൽ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ച യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ മണിക്കൂറിൽ 40-50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാം. ചില അവസരങ്ങളിൽ 90 കിലോമീറ്റർ വരെ അതിശക്തമായ ചുഴലിക്കാറ്റിനും സാധ്യത പറയുന്നു. തുടർച്ചയായി 5ാം ദിവസവും സ്വർണ്ണവില കുതിച്ചുയർന്നു. ഇന്ന് സ്വർണം ഗ്രാമിന് 115 രൂപയും പവന് 920 രൂപയും വർദ്ധിച്ചു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 11,185 രൂപയാണ്. ഒരു പവന് 89,480 രൂപ. ഇപ്പോൾ 1 പവൻ സ്വർണ്ണ ആഭരണം വാങ്ങണമെങ്കിൽ നികുതിയും പണിക്കൂലിയും അടക്കം 1 ലക്ഷത്തിനടുത്ത് ചിലവാകും. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച്
വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം, പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ്. അയ്യോ ചേട്ടൻ, വാർത്തകൾ തുടരുന്നു. 1 വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന നിയമം ലംഘിച്ച പ്രതി പറവട്ടാനി പേൾവാലി സ്ട്രീറ്റ് ഊക്കൻ വീട്ടിൽ ജോയൽ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർ MJ ജിജോയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ബിബിൻ P നായർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ രാജേഷ്, സിവിൽ പോലീസ് ഓഫീസർ ഹരീഷ്, ദീപക്, സൂരജ്, അജ്മൽ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉള്ളത്. ചൊവ്വന്നൂരിലെ ക്വാർട്ടേഴ്സിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ട മൃതദേഹത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി. പേരുവിവരങ്ങൾ ലഭ്യമാകാത്ത വ്യക്തിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മരത്തങ്കോട് ചെറുവത്തൂർ വീട്ടിൽ സണ്ണിയെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ സിറ്റി പോലീസ് കമ്മീഷണർ R ദേശ്മുഖ് IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. അതിവിദഗ്ധമായ അന്വേഷണത്തിൽ പ്രതിയെ തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും മണിക്കൂറുകൾക്കുള്ളിൽ അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു. വർക്കിംഗ് പാർട്ണർ ആക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 22 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. മലപ്പുറം കൊണ്ടോട്ടി ചെറുകാട് സ്വദേശി കോട്ടമ്പറമ്പത്ത് മുഹമ്മദ് ജാബിറിനെയാണ് പാലക്കാട് നിന്ന് അന്വേഷണ സംഘം പിടികൂടിയത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. വൈന്തല തൈക്കൂട്ടം സ്വദേശിനി ഇല്ലിക്കപ്പറമ്പിൽ വീട്ടിൽ ശ്രീഹരിതയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി തൈക്കൂട്ടം സ്വദേശി ശ്രീഹരിയെ വലിയ പറമ്പിലെ ലോഡ്ജിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീഹരി അച്ഛനെ ദേഹോപദ്രവം ഏൽപ്പിച്ചത് തടയാൻ ശ്രമിച്ചതിനാണ് കോടതി ഉത്തരവ് ലംഘിച്ച് ശ്രീഹരിതയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഭാര്യയെയും അമ്മാനച്ഛനെയും അമ്മായി അമ്മയെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വധശ്രമ കേസിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി സുജിത്ത് റിമാൻഡിൽ. കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമ കേസിലും അടിപിടി കേസിലും പ്രതിയാണ് ഇയാൾ. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കേസിലുമടക്കം 5 ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. കൂളിമൂട്ടം കോടൂർ ദേശത്ത് കരിയോടത്ത് വീട്ടിൽ ബാബു ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ പ്രതികളായ 2 പേരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അത്താണി ആശാരിപ്പറമ്പിൽ വീട്ടിൽ ശിവ,
കൂളിമുട്ടം എമ്മാട് പീത്തൻപുരയ്ക്കൽ വീട്ടിൽ സജിത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി MK, സബ് ഇൻസ്പെക്ടർ പ്രദീപൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജമാലുദ്ദീൻ, പ്രബിൻ, സനീഷ്, ഷിജീഷ്, സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു, സൻസിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ. മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ കത്തിവീശി ആക്രമിച്ച കേസിലെ പ്രതി പഞ്ഞമ്പിള്ളി ദേശത്ത് കുന്നുങ്ങൽ വീട്ടിൽ ഷാഫി അറസ്റ്റിൽ. സംഭവത്തെ തുടർന്ന് അറസ്റ്റിലായ ഷാഫിയെ നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ ബിജു ആർ, സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽകുമാർ, ദിനേശ്, ജ്യോതിഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2025 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂളിനും അധ്യാപികയ്ക്കുമുള്ള അവാർഡ് എരവിമംഗലം സ്കൂളിന് ലഭിച്ചു. ആത്മനിർഭർ ഭാരത് സങ്കൽപ് അഭിയാൻ ജില്ലാ ശില്പശാല NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും പ്രത്യക്ഷ സമരം ആരംഭിക്കുമെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ ഒരുക്കി താണിക്കുടം ഗ്രാമീണ വായനശാല. നടത്തറ പഞ്ചായത്ത് പയ്യനം ST ഉന്നതി റോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.